ലെഗ് പീസ് തന്നെ പിടിച്ചോ കഴിക്കടാ ചേട്ടനെന്താ പിന്നെന്താ നീ അവിടെ എന്താ പറഞ്ഞതല്ലേ അവൻ പറഞ്ഞ കേട്ടില്ല ചേട്ടാ. അവൻ പറഞ്ഞില്ല എന്താണോ തെറ്റ് അവനെ മറ്റേ കാര്യം നോക്കിയാ പോരെ അങ്ങനെയാണെങ്കിൽ നിന്നെ എന്ത് മാത്രം തന്നോടാ പപ്പ വേണ്ട. എടാ എന്റെ മകനെ തല്ല നിനക്കെന്താടാ യോഗ്യത എടാ നിന്റെ കാര്യം ആലോചിച്ച് ആദ്യം പിടിച്ചിട്ടാണ് അപ്പൊ നേരത്തെ അങ്ങ് പോയത് അറിയോ എന്നിട്ട് അപ്പന്റെ ഒരു കടമുറി ഞാനാ നിനക്ക് തന്നത് അതുകൊണ്ട് നീ ഇപ്പൊ ജീവിക്കുന്നു എന്നിട്ട് അവന്റെ കഴിവിന്റെ കഥ ഉണ്ടാക്കാൻ നടക്കുന്നു. എടാ എടാ എന്തുവാണ് നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നീ ഇങ്ങനെ ആണോ പറയേണ്ട കാര്യം എവിടെ വെച്ചാണേലും ആരുടെ മുന്നിലാണേലും പറയണം അങ്ങനെയാണ് ഒരു കുറച്ചു മുമ്പ് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തന്നത് അതുകൊണ്ട് ഇത് ഇപ്പൊ ഇവിടെ പറഞ്ഞാലേ ശരിയാത്തുള്ളൂ നാലാളെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ ഇവനൊക്കെ നാണം കെടുള്ളൂ. എടാ ജോലി കൂലിയില്ലാതെ തെക്കോടെ തെണ്ടി നടക്കുന്ന ഇവന് വേണ്ടി വക്കാലത്ത് പറയുന്ന നിനക്ക് നാണമില്ലേ? പപ്പ നിനക്ക് എത്ര വയസ്സായടാ നിന്റെ വയസ്സ് പറയടാ. 26. ഇവന്റെ പ്രായത്തിൽ നിങ്ങൾ എന്നാ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാണക്കേടിന്റെ കാര്യം പാതിരാത്രി അയൽ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെ കോഴിക്കോട്ട് നിന്ന് നാട്ടുകാർ പിടിച്ചു കെട്ടിയപ്പോ അന്ന് നമ്മുടെ അപ്പ അനുഭവിച്ച നാണക്കേടിന്റെ 1000-ൽ-1 ഇവൻ കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോ താനാളായോ എന്ന് ആലോചിക്കണം എന്നിട്ട് ഉപദേശിക്കാൻ വരണം. എന്റെ മകൻ എങ്ങനെ ജീവിക്കണം അവനറിയാം അവൻ ആരുടെ ഉപദേശമൊന്നും വേണ്ട.